Good afternoon. Good afternoon, sir. Good afternoon, sir. Okay. എല്ലാവരും എത്തിയല്ലോ അല്ലേ? കുറച്ച് പേരെ പേര് വിളിക്കാം. പ്രസന്റ് ആണ് പ്രസന്റ് എന്ന് പറയുക. ഏബൽ ചാൾസ്, Present, sir. അഭിറാം, Present, sir. അദില, Present, sir. കൃഷ്ണേന്ദു, അഖിൽ ബാബു, Present, sir. അലൻ രാജു. അലൻ രാജു കേരളത്തിലുണ്ടോ? Present, sir. ആരാത്? Present, sir. അലൻ ജോയ്. Present, sir. Present, sir. ആൽബർട്ട് ജെയിംസ്, ആൽബർട്ട്, അലീന ജോസഫ്, അലീന, അലൻ ഫാബിയോ, Present, sir. അൽജോ, Present, sir. അമീന, ആമിന മുഹമ്മദ്, അനഘ റജി, Present, sir. ആൻമരിയ ജോർജ്, ആൻമരിയ, അപർണ ജി, അപർണ ബിജു, Present, sir. അപർണ ബിജു പറഞ്ഞു. ആഷിഖ്, ആഷിഖ്, സർ ആശിക്കുണ്ട്. ഡോൺ ഡാമിയൻ, Present, sir. Present, sir. ഡോൺ സെബാസ്റ്റ്യൻ, Present, sir. ഡോൺ സെബാസ്റ്റ്യൻ, Present, sir. ഇമ്മാനുവൽ, Present, sir. ഫർഹാൻ, Present, sir. ഗായത്രി, Present, sir. ജിസ്ന, Present, sir. ജോസ്, Present, sir. കാർത്തിക, Present, sir. മനു ജോഷി, Present, sir. മരിയ, മരിയ ആൻഡ് അമൽ, മിഥുൻ സജി, Present, sir. മിഥുൻ സജി, Present, sir. തെരേസ, Present, sir. നീരജ, Present, sir. നേഹ, Present, sir. നേഹ ബേബി, Present, sir. നോയൽ ഫിലിപ്പ്, നോയൽ ഫിലിപ്പ്, നോയൽ ഈ ഗ്രൂപ്പിൽ ഞാൻ ലെഫ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകും കേട്ടോ. നോയലിനെ അറിയാവുന്നത് പറഞ്ഞത്. ഔസേപ്പച്ചൻ,
Present, sir. Rian Ronnie, Present, sir. Rindo, Present, sir. Ritika. ഋതികയുടെ കംപ്ലൈന്റ് Present, ശരിയായോ? sir. കംപ്ലൈന്റ് ശരിയായോ? ഇല്ലാന്നാ സാർ പറഞ്ഞ. ഞാൻ തെരേസയാണ്. ഋതികയുടെ അത് മൈക്ക് ശരിയായില്ലാന്നാ പറഞ്ഞേ. റിയാൻ സിസ്റ്റർ, റിയാൻ. എന്താ സാർ? റിയാൻ ഉണ്ടോ? റിയാൻ. റിയാൻ ആണല്ലോ. ഓക്കെ. സച്ചിൻ, സച്ചിൻ 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 ഇതുപോലെ 2 ദിവസമായിട്ട് കാണുന്നില്ല കേട്ടോ. Present, sir. സച്ചിൻ ഉണ്ട് സാറേ. സെയ്ഫ് മുഹമ്മദ്. ഹലോ സാറേ, സച്ചിൻ ഉണ്ട്. ഓക്കെ. സെയ്ഫ് മുഹമ്മദ്. Present, sir. സായുജിയ, സായുജിയ ഉണ്ടോ? ശീതൾ, ശീതൾ ഉണ്ടോ? ശീതൾ. സോറി, ഷീനു. തോമസ്. ക്രിസ്റ്റോ ഉണ്ടോ? ക്രിസ്റ്റോ, ക്രിസ്റ്റോ. ക്രിസ്റ്റോ ഉണ്ട്. വിഷ്ണു പ്രിയ, വിഷ്ണുപ്രിയ. വിഷ്ണു നിവേദ്യ. വിഷ്ണു നിവേദ്യ ഇല്ല. ടോം സജി. Present, sir. Hello, sir. ഓക്കെ. ഇനി ജോസഫ് സാറിന്റെ സ്റ്റുഡൻസ് ആരൊക്കെയാ പ്രസന്റ്? അവരൊന്ന് ജസ്റ്റ് പറഞ്ഞേ. സാർ ആഷിക്കുണ്ട്. ജോസഫ് സാറിന്റെ സ്റ്റുഡൻസ് ആരൊക്കെയാ പ്രസന്റ്? അവർ പറഞ്ഞേ. സാർ ആൽബർട്ട് ഉണ്ട്. അമിത. പിന്നെ ആൽബർട്ട്. പിന്നെ സാർ തെരേസ ജെയിംസ് ഉണ്ട്. ഓക്കെ. പിന്നെ ആൽവിൻ ഉണ്ട് സാർ. ഉണ്ട്. ഓക്കെ. റുബാസ്. ഓക്കെ. ഞാൻ പേര് വിളിക്കാം. വരുന്ന സമയമായിട്ട് പേര് വിളിക്കാം. എല്ലാവരെയും മൈക്ക് ഓഫ് ആക്കിക്ക്. എല്ലാവരെയും മൈക്ക് ഓഫ് ആക്കാം. എനിക്ക് നമ്മുടെ മുന്നോട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന്റെ സക്സസിന് വേണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മൈക്ക് എല്ലാവരെയും ഓഫ് ആക്കാൻ. നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് സക്സസ് ആകണമെങ്കിൽ നമ്മൾ വേറെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിതൊരു ഷട്ടിൽ കളി പോലെ. ഈ ഷട്ടിൽ കളി എങ്ങനെയാ? ഒരു ടീമില് ഒരു സൈഡിൽ ഇരിക്കുന്നവർ നന്നായിട്ട് കളിക്കും, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമില് കളി പഠിക്കുന്നവരോ ഉള്ളൂ. എങ്ങനെയാ? ഈ കളിക്കാൻ അറിയാവുന്നവർക്ക് എന്ത് സംഭവിക്കും? ഭയങ്കരമായിട്ട് ബോറടിക്കും അല്ലെ? ഇട്ട് കൊടുക്കുന്നൊന്നും എടുക്കുകയില്ല. അപ്പൊ നമ്മൾ സ്മാഷ് അടിക്കുകയില്ല. നമ്മൾ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ തമാശക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? എതിർ ടീമിൽ നിന്നുള്ളത് അവർക്കും ബോറാകും, കളിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അതിലും ബോറാകും. അതായത് ആർക്കും ഗുണമില്ലാതെ. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ആലോചിച്ചു. എന്നാൽ നേരെ എതിർ ടീമിൽ നിൽക്കുന്നയാൾ നന്നായിട്ട് കളിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ എന്ത് സംഭവിക്കും? 2 ടീമിൽ നല്ല കളിക്കാരാണെങ്കിൽ ആ കളി കാണാൻ എന്ത് രസമായിരിക്കും. ഈ ഒരു സിറ്റുവേഷനെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. ഈ എടുക്കുന്ന ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾ അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ യൂസ്ഫുൾ ആക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സെൻസ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ബയോളജിയുടെ ക്ലാസ് ഇടുന്നു. അപ്പം ചിലപക്ഷെ ഓൺലൈൻ ക്ലാസ് ഒന്നും ബയോളജി പഠിക്കാനൊന്നും അത്ര രസകരമായ ക്ലാസ് ഒന്നും അല്ല. ഞാൻ എല്ലാവരിൽ നിന്നും കേൾക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. കുറെ പേര് എന്നെ വിളിച്ചു പറഞ്ഞു, സാറ് ഞങ്ങൾക്ക് ബയോളജി ക്ലാസ് ഇനി വേണ്ട. അത് ഒരു പാറ്റേണായിട്ടുള്ള ഇതിന്റെ പേര് തുടങ്ങിയത്. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ബയോളജി ക്ലാസ് തുടരണോ വേണ്ടിയോ എന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തന്ന ഒരു സൗകര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് മാത്രം വിചാരിച്ച് ചെയ്തു തന്ന ഒരു സൗകര്യം. അത് കുറെ പേര് ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ട് നമ്മൾ റീസൺ വ്യക്തമാക്കിയ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറെ പേര് എന്നാ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ബയോളജി ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിട്ട് എടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ എന്നെ റിപ്പോർട്ട് ചെയ്യും. കാരണം മിസ് വളരെ കഷ്ടപ്പെട്ട് പാവം അത് വളരെ ബുദ്ധിമുട്ടി എടുത്തു തരുന്നുണ്ട്. അവിടെ നിന്നും അതിൻ്റെ PPT ഒക്കെ ഉണ്ടാക്കി എടുത്തു തരുന്നു. അപ്പൊ അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് യൂസ് ഇല്ല എന്ന് തോന്നുന്ന സ്ഥിതിക്ക് പിന്നെ
പിന്നെ വെറുതെ ആ ക്ലാസ് ഞാൻ ഓഫീസറോട് പറഞ്ഞു ഇനി ഒന്ന് ബയോളജി ക്ലാസ് ഇനി വരുന്നില്ല, ഓഫ്ലൈൻ ആയിട്ട് ഇനി തുടങ്ങാമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇവിടെ ഒരു കാർത്തിക എന്നുള്ള കുട്ടിയെ വിളിച്ച് ബാക്കി ആരുടെയും ₹1 പോലും ബയോളജിക്ക് ഫീസ് വാങ്ങിച്ചിട്ടില്ല. കാർത്തിക ഇനി ഞാൻ കാണുന്ന സമയത്താണെങ്കിൽ ആ ഫീസും തിരിച്ചു തരാൻ ഞാൻ ബില്ല് മിസ് ഇതുവരെ എടുത്തതിന്റെ പേയ്മെന്റ് ഞാൻ എന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഞാൻ കൊടുത്തോ. കാരണം എനിക്ക് എന്റേതായ കമ്മിറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് യൂസ് ഇല്ലാത്ത ഒരു ക്ലാസ് കൊണ്ട് തരേണ്ട ആവശ്യം എനിക്കുമില്ല. മനസ്സിലായില്ലേ? ഇത് ആർക്ക് വേണ്ടിയാ ചെയ്തു തരുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. രണ്ട്, എനിക്ക് അതിനകത്തൊന്നും ഒരു കണ്ടീഷൻസും ഇല്ല. ഇഷ്ടമില്ലാത്തതും അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ലാത്തതും നിങ്ങൾ ചെയ്യരുത്. പിന്നെ ഞങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് MNC സ്റ്റഡി സെന്ററിലെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിനെ ജഡ്ജ് ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പോരാ എന്ന് അഭിപ്രായമുള്ളവരുണ്ടോ? എന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കോളൂ. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൂടെ തരുന്നു. ഇനി ഞങ്ങളെയും കൂടെ ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കാൻ ആദ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോ. ഞാന് 10-12 വർഷമായി പണി തുടങ്ങിയിട്ട്. മനസ്സിലായില്ലേ? ആ ക്ലാസ്സിലും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങി പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ റീതിങ്ക് ചെയ്യുകയായിരിക്കും. കാരണം വെറുതെ ഫീസൊക്കെ അടച്ചതാണ്, അപ്പൊ ഇനി ഈ ക്ലാസ് തുടരേണ്ടതാണ്, ആയതിനാൽ ഐ എം ഫോഴ്സ്ഡ് ടു കണ്ടിന്യൂ എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുക. മനസ്സിലായില്ലേ? കാരണം നിങ്ങളോടൊക്കെ ചെയ്യേണ്ടത് എപ്പോഴും ഞങ്ങളുടെ പരീക്ഷണം വെച്ചും അല്ല ജീവിതകാലം മുഴുവൻ അനുഭവം വെച്ചും ചെയ്തേക്കുന്നത്, എപ്പോഴാണോ ഒരു കോഴ്സ് തുടങ്ങുന്നത് അതിന്റെ ഫീസ് പേയ്മെന്റ് ആദ്യം വാങ്ങിച്ചാലേ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് ക്ലാസ് നടക്കൂ. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൺസേൺ ആവും, അല്ലെങ്കിൽ ആവശ്യമുണ്ടോ വേണ്ടയോ എന്നൊക്കെയുള്ള ചിന്തകൾ തോന്നും. മനസ്സിലായി? ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതിന്റെ സെൻസിലെടുക്കുക. രണ്ട്, ഞാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്റെ ഈ ഓൺലൈൻ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ വർഷത്തെ എന്റെ +2 ബാച്ചിനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ്ലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കോവിഡിന്റെ റിസൾട്ട് വന്നത്. പണിയെടുക്കാൻ പാടില്ല എന്ന റൂള് വന്നു. പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസും റൺ ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റിന്റെ റൂള് വന്നു. ഞാൻ ആകെ കൺസേൺ ആയി. ഞാൻ ഓർത്ത് എന്ത് ചെയ്യും, നമ്മളെപ്പോലുള്ളവർ ഈ തൊഴിൽ കൊണ്ട് മാത്രം നിന്ന് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന +2 ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസും എന്ന് പറഞ്ഞാൽ ഒരു 95% സ്റ്റുഡൻസും അതിലേക്ക് സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ നിന്നു. അതായത് അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല, ആപ്ലിക്കേഷൻ ഇല്ല, ഒന്നുമില്ല, നെറ്റ്വർക്ക് ഒക്കെ വളരെ പരാജയം. പക്ഷെ ആ കുട്ടികൾ എന്നോട് ഉറച്ചു നിന്നു. അവര് ഉറച്ചു നിന്നത് കൊണ്ട് അവരുടെ ഈ വർഷത്തെ +2 മാർക്ക്, ഞാൻ +2 റിസൾട്ട് വന്നിട്ടില്ല, പക്ഷെ ആ +2 മാർക്ക് ഞാൻ ആണയിട്ട് പറയുകയാണ്, നിങ്ങൾ എടുത്തു നോക്കൂ, അവർക്ക് അവരുടെ സ്കൂളുകളിലെ ടോപ്പേഴ്സ് ആയി. കാരണം അവരാ തുടക്കം മുതൽ ഉറച്ചു നിന്ന കുട്ടികളാണ്. ആ കുട്ടികളിൽ നിന്ന് അത്രയും നല്ല പെർഫോമൻസ് എനിക്കുണ്ടായി. അല്ലെ നിങ്ങൾ തന്നെ ഭരണഘടന സ്കൂളുകളിൽ ലിസ്റ്റ് ചെയ്ത് നോക്കിയോ, അവിടെ ഒരു ഐശ്വര്യ കാണും, ഒരു മെർവിൻ കാണും, ഒരു ആമിയ കാണും, അങ്ങനെ പല പല ഒരു ജീവ കാണും, ഇവരൊക്കെ കാണും. ഇവരൊക്കെ കമ്പയർ ചെയ്ത് നോക്കി. ഒരു ടോണി കാണും, ഒരു ജെറിൻ കാണും. ഞാൻ അങ്ങനെ പെട്ടെന്ന് വരുന്ന പേരുകളാണ്, ഞാൻ വിട്ടുപോയി ചിലപ്പോൾ ചില പേരുകൾ. ഇനി പ്ലാസ്ന സ്കൂൾ എടുത്ത് നോക്കിക്കോ, അവിടെയും കാണും കുറെ ഫിറ്റ് പേരുകൾ. ഒരു അമീന കാണും, അങ്ങനെ പല ലിസ് കാണും, അങ്ങനെയൊക്കെ നല്ല പെർഫോമൻസ് ക്ലാസ്സുകൾ. അപ്പം ഇവർ തന്ന സപ്പോർട്ട് കൊണ്ടാണ് +2 ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നിന്നത്. അവരോട് ഞാൻ +1 ഇംപ്രൂവ്മെന്റ് പറഞ്ഞു, അതായത് ഇംപ്രൂവ്മെന്റിന്റെ സമയത്ത് വന്നു. അവർ മടിച്ചില്ല, അവർ ഇംപ്രൂവ്മെന്റ് സാറ് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ഗുണം കാണും എന്ന് ഉറച്ചു നിന്ന് അവർക്ക് ഇംപ്രൂവ്മെന്റ് ക്ലാസ് കൊടുത്തു. അവരിൽ ഒരു 90% സ്റ്റുഡൻസ് ഇംപ്രൂവ് ചെയ്തവർക്ക് ഇംപ്രൂവ്മെന്റ് മാർക്ക്. ചില പിള്ളേര് ഞാൻ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കാര്യമല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എല്ലാവരെയും ഞാൻ പരിഗണിച്ചിട്ടുണ്ട്, അവർക്ക് ചെയ്തു കൊടുക്കാമെന്നും ചെയ്തും കൊടുത്തു. ഇല്ലാത്ത ചില കുട്ടികളുണ്ട്, അവര് ഇനി ഒന്നും കൂടെ ഫീസ് കൊടുത്ത് ഇംപ്രൂവ്മെന്റ് ചെയ്യണമല്ലോ, ഇംപ്രൂവ്മെന്റ് ഇവിടെ വാങ്ങിക്കുന്ന ഫീസ് 1000ആണ്. സോ ഇനി ഫീസ് കൊടുത്ത് ഇംപ്രൂവ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ എന്നാ ഇംപ്രൂവ്മെന്റ് വേണ്ടാന്ന് വെച്ചു. പരമാവധി റിസൾട്ട് ഞാൻ അന്നേരം പറഞ്ഞു, മക്കളെ 3 മാസം വെറുതെ ഇരുന്നാൽ നിങ്ങളൊന്നും പഠിക്കുകയില്ല, ഞങ്ങൾ എടുത്തു തരുന്നതിന്റെ കൂടെ ക്ലാസ് ഫോക്കസ് ചെയ്തു പോകും. അപ്പൊ എന്ത് സംഭവിച്ചു? ആ ചെയ്തു പോയ കുട്ടികൾക്കെല്ലാം ഇംപ്രൂവ്മെന്റ്, ചെയ്യാത്തവർക്കൊന്നും ഇംപ്രൂവ്മെന്റ്. അതുപോലെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ എൻട്രൻസിന്റെ ബാച്ചിൽ 60-65 കുട്ടികളുണ്ട്. എന്ത് സക്സസ്ഫുൾ ആയിട്ടാണെന്നറിയാം കുട്ടികൾ പോകുന്നു. ഞാൻ പറഞ്ഞത് ഓരോരോ കോഴ്സുകൾ അവർക്ക് ചെയ്യും. ഇതെല്ലാം ഞങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്ക് കാശുണ്ടാക്കുക എന്നുള്ള ധർമ്മം മാത്രമാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഓടിപ്പോയല്ലോ മക്കളെ. ഞങ്ങൾ ഓരോ ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ പിള്ളേര് വെറുതെ ഇരുന്നൊന്നും മുഷിയാതിരിക്കാൻ, അവരുടെ അക്കാഡമിക്കലായിട്ട് അവർ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഓരോരോ കോഴ്സുകൾ ചെയ്തു തന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് യൂസ്ഫുൾ ആക്കുന്ന സ്റ്റുഡൻസിന് അതിൻ്റെതായ റിസൾട്ടുകൾ. ഇപ്പൊ നേരെ തിരിച്ച് ഞാൻ ഇതെല്ലാം കമ്പയർ ചെയ്ത് വരുന്നത് +1ലേക്ക്. +1 സ്റ്റുഡൻസിനോട് ഒരു ക്ലാസ് അനൗൺസ് ചെയ്താൽ അപ്പൊ തുടങ്ങും. ചില പിള്ളേരുടെ ഒരു ആറ്റിറ്റ്യൂഡിലാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക,
അപ്പൊ തുടങ്ങും സാർ ഇന്ന് ക്ലാസ് ഉണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും, സമയം എപ്പോഴാ? അത് മിസ് പറഞ്ഞില്ല. സോ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ പെർമിഷൻ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടുന്ന ക്ലാസ് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കണം. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ അരുൾപ്പാട് എപ്പോഴാണോ ഉണ്ടാകുന്നത് എന്ന് അറിയുന്നതോളം വരെ ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കണം. ഇത് എവിടുത്തെ നിയമം? ഞങ്ങൾ എടുത്തു തരുന്ന നിലവാരമില്ലേ? നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിച്ചു നിന്നാണോ അതിനേക്കാൾ ഒരു ഡിഗ്രി കൂടുതൽ എടുത്തൊന്നും ആത്മവിശ്വാസമുള്ളവരാണ് ഞങ്ങൾ. എഞ്ചിനീയറിംഗും കഴിഞ്ഞ് എംടെക് എടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നീ പഠിപ്പിക്കുന്നത്. അല്ലാതെ ചുമ്മാ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 2 കഴിഞ്ഞ് വീട്ടിലെ അവധിക്കാലത്ത് ട്യൂഷൻ എടുക്കുന്ന സിസ്റ്റമോ സെറ്റപ്പോ അല്ല ഇവിടെ. അതാദ്യം മനസ്സിലാക്കും. ചില പിള്ളേർക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അല്ലെങ്കിൽ സാറിനോട് ലാസ്റ്റ് മൊമെന്റ് വിളിച്ച് പറയുന്നു, സാർ ഇന്ന് വേണ്ട, എന്നാ മക്കളെ ഇന്ന് വേണ്ട. ആ സിസ്റ്റം ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? ഇതൊരു ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി നമുക്ക് പോകണം. ഞാൻ ഇനി മുതൽ അനൗൺസ് ചെയ്യാണ്, എല്ലാ ദിവസവും +1 സ്റ്റുഡൻസിന് ഇനി ഇവിടെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ടൈം ഇതായിരിക്കും. എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസം പറയാം. അപ്പം ചില സമയത്ത് നിങ്ങൾ അറിഞ്ഞില്ല എന്തുണ്ടെങ്കിൽ അത് എന്റെ ബാച്ചിലെ അല്ല, കുമരകം ബാച്ചിലെ ആണെങ്കിലും എവിടെ ബാച്ചിൽ കോട്ടയത്തെ ആണെങ്കിലും അവരെന്നോട് ചോദിക്കുക, സാർ നാളത്തെ ക്ലാസ് എങ്ങനെയാണ്? നാളത്തെ ക്ലാസ് ഇന്ന സമയത്താണ്. എത്ര സമയത്താണ്? 12 മണിക്ക്. ഓക്കെ, അറിഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയൊരു മെസ്സേജ് അയച്ച് ചോദിക്കാൻ, മക്കളെ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? ചില കുട്ടികളുണ്ടല്ലോ, നല്ല ഔസേപ്പേഷൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കയറിയില്ല. എന്നെ ഒരു 5 തവണ വിളിച്ചാലും പറഞ്ഞു, സാറേ ഞാൻ എടുത്തില്ല, എനിക്ക് പല തിരക്കുകളുണ്ടായിരുന്നു. അത് എന്നെ കിട്ടുന്നോടം വരെ അത് വിളിച്ചു പറഞ്ഞു, സാറേ എന്നെ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറാൻ. എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചു. നേഹ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നു, പാലാ ബാച്ചിലെ കുറച്ച് കുട്ടികളെ ഉണ്ടെങ്കിലും അവർ വളരെ വൃത്തിയായിട്ട് എന്നോട് ഫോളോ ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് നോയൽ. ഞാൻ പലതവണ നോയലിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ഒഴിവായി പോവുക. എന്നാലും പിടിച്ച് നിൽക്കുക. നോയൽ ഒന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മറുപടി തരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. കാട് കയറി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അല്പം നന്ദിയുള്ള കുട്ടികളാവുക. നന്ദിയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ തുടക്കകാലം തൊട്ട് മക്കളെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഞങ്ങൾ ഇതുപോലെ കൊണ്ടുപോയത് കൊണ്ടല്ലേ. ഞാൻ പറയുന്നത് വീണ്ടും ഫ്ലാഷ് അലാറ്റ് സ്കൂളിലെ അല്ലെങ്കിൽ ഇവിടെ പരിക്കപ്പാല ബാച്ച് വരുന്ന കുട്ടികളോടാണ്, അല്ലെങ്കിൽ പാലാ ബാച്ച് വരുന്ന കുട്ടികളോടാണ്. ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പരിധി വരെ ഗുണമില്ലെന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിച്ചു പറയാൻ പറ്റും. അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ നിങ്ങളെ ഇത്രയും കാലം സാധാരണഗതിയിൽ ജനുവരിയിൽ തീരേണ്ട ഒരു ബാച്ചാണ്. ജനുവരി തീരേണ്ട ഒരു ബാച്ചിനെ, ഫെബ്രുവരി തീരേണ്ട ഒരു ബാച്ചിനെ ഞങ്ങൾ ഇപ്പോഴും ഒരു കുറവുമില്ലാതെ ഇതുപോലെ ക്ലാസ്സുകൾ ഇട്ട് തരുന്നുണ്ട്. നിങ്ങളോട് 1% ഫീസെങ്കിലും കൂടുതൽ വാങ്ങിക്കുന്നുണ്ടോ? സാധാരണഗതിയിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തീരേണ്ട ക്ലാസ് ആ സമയത്ത് തീർന്ന് ഞങ്ങൾ +2 തുടങ്ങേണ്ട സമയമാണ് ഇപ്പം. എന്നിട്ടും +1ന്റെ ബാച്ചിനെ ഒരു കുറവുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് ക്ലാസ് ഇട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു ടീച്ചേഴ്സ് എടുക്കുന്നൊന്നും വെറുതെ അല്ല, ഫ്രീ സർവീസ് അല്ല. അവർക്കെല്ലാം ഞങ്ങൾ പേയ്മെന്റ് കൊടുത്ത് ഇങ്ങനെ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അത് കുട്ടികളോടുള്ള കമ്മിറ്റ്മെന്റ്സ് കൊണ്ടാണ്. അപ്പൊ ആ കമ്മിറ്റ്മെന്റ് തിരിച്ച് നിങ്ങളിലൂടെ ഉണ്ടാവണം. നിങ്ങളിലൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ചും കൂടെയൊക്കെ സിസ്റ്റമാറ്റിക് ആണ്. എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആവുന്നത്? എനിക്ക് ഈ ക്ലാസ് ഇടുമ്പോൾ, ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടിയാണ് സാറ് തരുന്നത്. അപ്പൊ കുറെ റീസൺസ് ഇങ്ങ് വിളങ്ങുമല്ല. എനിക്ക് അവിടെ ക്ലാസ് ഉണ്ട്, ഇവിടെ ക്ലാസ് ഉണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയാ, 2 ക്ലാസ് ഒരുമിച്ച് വന്നാൽ ബുദ്ധിമുട്ടാണ്. അതൊന്നെങ്കിൽ അത് നേരത്തെ അറേഞ്ച് ചെയ്യാൻ നോക്കണം. ഈ സ്പോട്ടിൽ പറയുന്ന ക്ലാസ്സുകൾ ആരുടെയാണെങ്കിലും നിങ്ങൾ അംഗീകരിക്കണം. തലേ ദിവസം നിങ്ങളുടെ മുന്നിൽ ക്ലാസ് അവതരിപ്പിച്ചു, ആ ക്ലാസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് അടുത്ത ദിവസം മുതൽ എനിക്ക് കാണണം. ക്ലാസ് ആരെങ്കിലും കയറിയില്ലെങ്കിൽ എന്നെ വിളിച്ചു പറയണം. എന്റെ ഭാഗത്തു നിന്നും വളരെ റഫായിട്ടുള്ള തീരുമാനങ്ങൾ ഞാൻ അതിൽ എടുക്കും. അത് നിർബന്ധമാണ്. സൗകര്യമുള്ളവർ തുറന്നു പഠിക്കുക. ഇതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ +2 ബാച്ചിലൊക്കെ കിട്ടുന്ന അവരുടെയൊക്കെ ആ റെസ്പോൺസ് കണ്ട് ഇത്രയും നന്നായിട്ട് ക്ലാസ് കൊണ്ടുപോയിട്ട് കുറച്ച് +1 പിള്ളേർ വിചാരിച്ചാൽ നശിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല ഇവിടുത്തെ ക്ലാസ്. സോ വളരെ സീരിയസ് ആണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്നു കൊളീഷൻസ്. സോ എല്ലാവരും ഹെഡിങ് കൊടുക്കുക, കൊളീഷൻസ്. കൊളീഷൻസ് കൊടുത്തോ? കൊളീഷൻസ് എന്ന് പറഞ്ഞാൽ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, അല്ലെ? കൂട്ടിമുട്ടുന്നു. അതൊരു കൊളീഷൻസ് ആണ്. ഒരു കാറ് ഇതിലെ വരുന്നു, സെയിം ഡയറക്ഷനിൽ വന്ന് കൊളീഷൻ ഉണ്ടാവാം.
നമ്മൾ ടൗണിലൊക്കെ മുന്നിൽ പോകുന്ന വണ്ടിയെ പുറകിൽ പോയിരിക്കുന്നു, അതൊരു കൊളീഷനാണ്. ഓപ്പോസിറ്റ് വന്നിരിക്കാം, അതൊരു കൊളീഷനാണ്. സോ when two bodies collide each other, അതിനെ നമ്മൾ collisions എന്ന് വിളിക്കും. collisions രണ്ട് തരം collisions. ഒന്ന് ഇലാസ്റ്റിക് collision, മറ്റൊന്ന് ഇൻഇലാസ്റ്റിക് collision. സോ രണ്ട് തരം collisions ആണുള്ളത്, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക്. എഴുതിയെടുത്തേ, collisions രണ്ട് തരം, ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്. So are you going to micro പറഞ്ഞേ, that are the two types of collisions. What are the two types of collisions? Elastic and inelastic collisions. Elastic and inelastic collision. അപ്പോൾ പറഞ്ഞ ആളോട് തന്നെ ഞാൻ ചോദിക്കാം, what is elastic collision? എന്താ ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത? ജോസ് ആണോ പറഞ്ഞു? Linear momentum ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, മറ്റേന് കൺസേർവ്ഡ് ആയിരിക്കില്ല. എനിക്ക് ആ ഒരു പോയിന്റ് അറിയുള്ളൂ സാർ. പറഞ്ഞത് തെറ്റാണ്. ഇലാസ്റ്റിക് കൊളീഷനെ സംബന്ധിച്ചിടത്തോളം മൊമെന്റം അല്ലെങ്കിൽ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ജോസ് ആലോചിക്കും ഞാൻ പറഞ്ഞത് എന്താ തെറ്റ്? ശരിയാ, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ഏതൊരു കേസില്? ഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ. ഈ കൺസേർവ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം ഇടിക്കുന്നതിന് മുൻപുള്ള മൊമെന്റവും ഇടിച്ചതിന് ശേഷമുള്ള മൊമെന്റവും ഈക്വൽ ആണ്. മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അതുപോലെ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. ഇടിക്കുന്നതിന് മുൻപും ഇടിച്ചതിന് ശേഷവും ഉള്ളതിനെയാണ് നമ്മൾ കൺസേർവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇലാസ്റ്റിക് കൊളീഷൻ. അടുത്തത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ, ഇവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ജോസ് കേൾക്കുന്നുണ്ടോ? ഇവിടെയും മൊമെന്റം കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. കൈനറ്റിക് എനർജി എന്തല്ല? കൺസേർവ്ഡ് അല്ല. അപ്പോൾ ഞാൻ എഴുതി തന്നത് നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് തരം കൊളീഷൻസ് ആണുള്ളത്, ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്. ഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റം, ടി എന്ന് ഉദ്ദേശിക്കുന്ന മൊമെന്റത്തെയാണ്, മൊമെന്റം കൺസേർവ്. ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റം കൺസേർവ്. ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്. ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്. എഴുതിയെടുത്തോ ഞാൻ പറഞ്ഞത്? എടുത്തു സാർ. എല്ലാവരും പറഞ്ഞേ, മെസ്സേജ് ചെയ്തേ. Kinetic energy conserved ആണ്, kinetic energy is not conserved ആണ്. So next heading, elastic collision in one-dimensional motion. Elastic collision in one-dimensional motion. Elastic collision in one-dimensional motion. Heading കൊടുത്തെങ്കിൽ ലെസ് എന്ന് പറ. Elastic collision in one-dimensional motion. കൊടുത്തു അല്ലേ? ഓക്കെ, എങ്കിൽ ഇതൊരു എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ. ശ്രദ്ധിച്ചേ മക്കളെ, ഇതൊരു മാസ് m1 ഉള്ള ഒരു ബോളാന്ന് വിചാരിച്ചു. ഇത് വേറൊരു ബോള്, അതിന്റെ മാസ് m2. ഇത് തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന് മുൻപുള്ള വെലോസിറ്റി u1 ഉം u2. കൂട്ടിയിടിച്ചതിന് ശേഷം, ഇത് തമ്മിൽ കൂട്ടിയിടിച്ചതിന് ശേഷം, ഇടിച്ചതിന് ശേഷം മാസ് മാറില്ല. ഇടിച്ചെന്ന് പറഞ്ഞൊരു ബോഡിയുടെ മാസിന് മാറ്റം ഉണ്ടാവില്ല, പക്ഷെ വെലോസിറ്റി മാറും. v1 ഉം v2. നിങ്ങൾ ഈ പടം കണ്ടോ എല്ലാവരും? രണ്ട് വസ്തുക്കൾ, രണ്ട് ബോഡീസ്, അതിന്റെ മാസ് m1 m2, അതിന്റെ വെലോസിറ്റി u1 u2. കൂട്ടിയിടിച്ചതിന് ശേഷം അതിന്റെ മാസ് മാറിയില്ല, m1 m2, വെലോസിറ്റി v1 v2. ഓക്കെ, താഴെയുള്ള നേഹ മൈക്രോൺ ആക്കിക്കേ.
നേഹ കേൾക്കാവുന്നേ? സാർ. ആ മോളെ ഈ ഒരു കേസ് കണ്ടോ, ഈ പടം കണ്ടോ? എങ്കിൽ മൊമെന്റം കൺസർവേഷൻ വെച്ച് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഇലാസ്റ്റിക് ആണ് കേട്ടോ, ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ച് ഇക്വേഷൻ പറയാൻ പറ്റും. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നതിന് മുൻപുള്ള മൊമെന്റവും ഇടിച്ചതിന് ശേഷമുള്ള മൊമെന്റവും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ എല്ലാവർക്കും എഴുതാം മൊമെന്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. മൊമെന്റം ബിഫോർ കൊളീഷൻ is equal to momentum after collision. Momentum before collision is equal to momentum after collision. ഞാൻ എഴുതിയിരിക്കുന്നതാണ്. Momentum before collision is equal to momentum after collision. നേഹ എഴുതിയോ? എഴുതി. എന്നാ ഇക്വേഷൻ പറഞ്ഞോ. അത് വെച്ച് ഇവിടെ എങ്ങനെ ഇക്വേഷൻ വരും? ഇടിക്കുന്നതിന് മുൻപുള്ള മൊമെന്റം, മൊമെന്റത്തിന്റെ ഫോർമുല എന്താ? മാസ് ഇൻടു വെലോസിറ്റി അല്ലേ? m1 u1 പ്ലസ് m2 u2 ഇതല്ലേ ഇടിക്കുന്നതിന് മുൻപുള്ള മൊമെന്റം. ഇടിച്ചതിന് ശേഷമുള്ള മൊമെന്റോ m1 v1 പ്ലസ് m2 v2. This is momentum before collision. ഇതാണ് മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. മൊമെന്റം ബിഫോർ കൊളീഷൻ ആയി, മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഇനി ഇതിൽ നിന്നും ശ്രദ്ധിക്കാൻ, ഇതിൽ നിന്നും കൈനറ്റിക് എനർജി കൊളീഷൻ ഇക്വേഷൻ എഴുതി. കൈനറ്റിക് എനർജി ഫോർമുല എന്തായിരിക്കും? കൈനറ്റിക് എനർജി അതിന്റെ ഫോർമുല എങ്ങനെ വരും? നിങ്ങൾ അതുകൂടെ എഴുതുന്നുണ്ട്. കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണെങ്കിൽ ആരാ പറഞ്ഞിരുന്നത്? ഏബൽ. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി ഹാഫ് mv². അങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്. ഓരോ ബോഡിയുടെയും കൈനറ്റിക് എനർജി half m1 u1 plus u1 square plus half m2 u2 square is equal to half m1 v1 square all square plus half m2 v2 all square. m2 v2 all square നമുക്ക് m നും കൂടെ സ്ക്വയർ വരില്ല മോനെ, v2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് രണ്ട് ഇക്വേഷൻസ്. ഒന്ന് m1 u1 plus m2 u2 equal to m1 v1 plus m2 v2. ഇത് മൊമെന്റം കൺസർവ് ആയതുകൊണ്ട്, കൈനറ്റിക് എനർജി കൺസർവ് ആയതുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി. half m1 u1 square plus half m2 u2 square is equal to half m1 v1 square plus half m2 v2 square. ആർക്കെങ്കിലും ഈ രണ്ട് ഇക്വേഷൻ എഴുതിയതിൽ സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ എസ് എന്നും പറയാം, മനസ്സിലായെങ്കിൽ എസ് എന്നും പറയാം. തെരേസയ്ക്കൊക്കെ മനസ്സിലായോ? തെരേസ, കുമരകത്തുള്ള തെരേസ മനസ്സിലായി സർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ m1 എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു, m1 എല്ലാം ഒരു സൈഡിലേക്ക്, m2 എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? m1 എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൻസർ ടോമിന് പറയാൻ പറ്റുമോ? ടോമിനെ m1 ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഈ ഫോമിൽ എങ്ങനെ വരും? m1 സാധനം അതിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു, m2 എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. ടോം കേൾക്കുന്നുണ്ടോ? ടോം എന്നെ കേൾക്കുന്നുണ്ടോ? മറുപടി പറയാത്തവർ എന്നെ എന്താണ് ക്ലാസ് കഴിഞ്ഞ് വിളിക്കുക? ടോം. അഭിരാം ഇതെന്ത് ചെയ്യും? m1 ഒരു സൈഡിലേക്ക് m2 ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ m1 മാത്രം എടുത്താൽ മതി സാറേ. അങ്ങനെ എടുക്കാൻ പറ്റുമോ? മാക്സ് ഫംഗ്ഷൻ അങ്ങനെയാണ് m1 u1 മൈനസ് m1 u1 മൈനസ് m1 v1
അപ്പൊ ഞാൻ ഇവിടെ u1 v1 കോമൺ m1 കോമൺ എടുത്ത് തന്നെ എഴുതാൻ പറ്റും. m1 into u1 minus v1 is equal to m2 into v2 minus v2. this is equation number 1. ഇതിന് equation number 1 ഉണ്ട്. ഈ equation എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ ചെയ്തത് m1 u1 minus m1 v1 ആക്കി അതിൽ m1 കോമൺ എടുത്തു. അപ്പൊ m1 into u1 minus v1 is equal to m2 into v2 minus v2 ഇങ്ങനെ ആക്കി. ഇവിടെ വരെ ഓക്കേ ആണോ? ആണെങ്കിൽ എസ് പറ. അതെ സാർ. അഭിരാമിന്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്നിൽ ഉണ്ടല്ലോ, പേര് പറഞ്ഞുപോയി. അലനാണോ സാറേ? അലൻ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ടോം ഇല്ല. ടോമാണോ? ടോം ഉണ്ട് സാർ. ഓക്കെ. വിളിച്ചപ്പോ എവിടെയായിരുന്നു? മുമ്പേ വിളിച്ചോ മൈക്ക് ഓൺ ആക്കാൻ പറ്റിയില്ല. ശരി. ആരെങ്കിലും ചോദിച്ചോ? സാറേ സെക്കൻഡത്തെ ഒന്ന് പറഞ്ഞു m1 v1 അതെന്ന് പറഞ്ഞോ. ആരാണ്? ആൽബർട്ട്. ഇവിടെ m1 u1 ഈക്വൽ ടു m1 v1 അല്ലേ? ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുന്ന എന്ത് വരും? m1 u1 മൈനസ് m1 v1 വരികയല്ലേ? സാർ അതുപോലെ m2 u2 ഈക്വൽ ടു ഇവിടെ കിടക്കുന്ന m2 v2 ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഈ പ്ലസ് m2 u2 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് m2 u2 വരികയല്ലേ? സാർ അപ്പൊ m2 അവിടുന്ന് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് m1 കോമൺ എടുത്താൽ u1 മൈനസ് v1, ഇവിടുന്ന് m2 കോമൺ എടുത്തു കഴിഞ്ഞാൽ v2 മൈനസ് v2. ഇനി അടുത്തത് കൈനറ്റിക് എനർജിയുടെ ഫോർമുല എങ്ങനെയാണ് കിടക്കുന്നത്? ഹാഫ് m1 ഇതുപോലെ തന്നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ is equal to half m2 v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഇവിടെ വരെ കിട്ടിയോ? half m1 u1 square minus v1 square is equal to half m2 v2 square minus u2 square. ഞാൻ ചെയ്തത് കൈനറ്റിക് എനർജി ആദ്യം എഴുതിയ ഇക്വേഷനിലെ m1 half m1 കോമൺ എടുത്തു. അതായത് m1 എല്ലാം ഒരു സൈഡിലേക്കും m2 എല്ലാം ഒരു സൈഡിലേക്കും കൊണ്ടുവന്നു. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ ആക്കാൻ പറ്റി. half m1 u1 square minus v1 square is equal to half m2 v2 square minus u2 square. ക്ലിയർ ആണോ കുട്ടികളെ? അതെ സാർ. ചോദിച്ചോ. നേബയ്ക്ക് മനസ്സിലായോ? നേബ മനസ്സിലായി സർ. പേബയ്ക്കോ? പേബ ഇല്ല. തെരേസ മനസ്സിലായി സാർ. അപ്പൊ ഞാൻ ഇവിടെ വരെ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്നുള്ള ഈ സാധനത്തെ ഹാഫ് ഈ ഹാഫ് ഒന്ന് വെട്ടിക്കളയാം. അപ്പൊ തന്നെ ആദ്യം പഠിക്കുന്നു മാറ്റാം. ഇവിടെ കിടക്കുന്ന ഹാഫും ഇവിടെ കിടക്കുന്ന ഹാഫും വെട്ടിക്കളഞ്ഞാൽ m1 ഇൻറ്റു ഒരു വലിയ ബ്രാക്കറ്റ് തുറക്കുക. ഇത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോം ആയതുകൊണ്ട് u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ m2 ഇൻറ്റു v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 ഇങ്ങനെയാണ്. അതായത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോമിൽ കിടക്കുന്ന u സ്ക്വയർ മൈനസ് u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിനെ a പ്ലസ് b a മൈനസ് b ഫോമിൽ എഴുതി. അപ്പൊ a പ്ലസ് b a മൈനസ് b ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇങ്ങനെയാകും. m1 ഇൻറ്റു u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് v2. ഈ പദം വരെ ഓക്കെ ആണോ കുട്ടികളെ? ആർക്കെ ആണെങ്കിൽ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുക. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുക. ഇവിടെ വരെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 എന്ന ഇക്വേഷനെ വിളിക്കണം.
ഡോൺ സെബാസ്റ്റ്യൻ ഇവിടെ വരെ ഓക്കെയാണോ? ഇവിടെ വരെ ഓക്കെയാണോ? ഉറപ്പാ? എന്നാൽ ഡോൺ 2 ഡിവൈഡ് ബൈ 1 ചെയ്തേ. 2നെ ഇക്വേഷൻ 2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്തേ എന്താ വരും? പറ. ഇക്വേഷൻ 2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഡോൺ? ഒന്നുകൂടെ പറയാം സാർ. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 2 ഇക്വേഷൻ 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇവിടെ കാണിച്ചു തരണം. u1 plus v1 into u1 minus v1 is equal to n2 into v2 plus u2. എനിക്ക് പറഞ്ഞതാ v2 plus u2 into v2 minus u2 all divided by 1 എന്താ കിടക്കുന്നത്? m1 into u1 minus v1 equal to n2 into v2 minus v2. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ m1 വെട്ടാൻ മേലെ വെട്ടാം. വെട്ടി u1 minus v1 വെട്ടാൻ മേലെ മൈനസും വെട്ടാം. അപ്പുറത്തുനിന്ന് സാർ മണ്ട കാണത്തില്ല. ആണോ? v2 minus v2 വെട്ടാം. ഓക്കെ ശരിയാക്കി തരാം. അപ്പോ നമ്മളിത് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഞാനിത് ഒന്നും കൂടെ എഴുതുവാണ്, നിങ്ങൾക്ക് കാണത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. m1 into u1 plus v1 u1 minus v1 is equal to m2 into പറഞ്ഞോളൂ v2 plus u2 v2 minus u2 all divided by m1 into u1 minus v1 m2 into v2 minus v2. ശരിയല്ലേ? നമുക്ക് എന്തൊക്കെ വെട്ടാം? ഇത്രയും സാധനം വെട്ടാം. m1 u1 minus u1 വെട്ടാം, m2 വെട്ടാം, v2 minus v2 വെട്ടാം. ശരിയല്ലേ? അപ്പൊ മിച്ചമുള്ളത് എന്താന്ന് നോക്കിയേ. u1 plus v1 is equal to v2 plus u2. u1 plus v1 is equal to v2 plus u2. അതിനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാം. u1 minus u2 equal to v2 minus v1. Very important equation. u1 minus u2 equal to v2 minus v1. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? കുട്ടികളെ? ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. രണ്ട് ബോഡി u1 ഉം u2 വെലോസിറ്റി പോയി ഇടിച്ചു. v1 v2 വെലോസിറ്റി ആയി. u1 u2 വെലോസിറ്റി പോയി ഇടിച്ച് v1 v2 വെലോസിറ്റി ആയി. സെയിം ഡയറക്ഷനിൽ രണ്ട് വസ്തുക്കൾ പോവുകയാണെങ്കിൽ അവരുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് u1 minus u2. ഇടിച്ചതിന് ശേഷമുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നതാണ് v2 minus v1. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ, ഇടിക്കുന്നതിന് മുൻപുള്ള റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ is equal to റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഇടിക്കുന്നതിന് മുൻപുള്ള റിലേറ്റീവ് വെലോസിറ്റിയും ഇടിച്ചതിന് ശേഷമുള്ള റിലേറ്റീവ് വെലോസിറ്റിയും ഈക്വൽ ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, prove relative velocity before collision is equal to relative velocity after collision for elastic body. അപ്പൊ ഈ ഡെറിവേഷൻ ഫുള്ള് ഇതുപോലെ ചെയ്യണം. u1 minus u2 equal to v2 minus v1. ഇവിടെ വരെ എല്ലാവരും ഓക്കെ ആണോ? So നമ്മൾ എവിടെ വരെ എടുത്തു നിൽക്കുന്നു? Relative velocity before collision is equal to relative velocity after collision. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ബേസ് ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം.
ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ജോസ് ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. എങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഇപ്പൊ ഇവിടെ വരെ എക്സാമിന് ചോദിക്കാം. Prove that relative velocity before collision is equal to relative velocity after collision. ഇത് എത്രയും ഡെറിവേഷൻ ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുന്നു, ആരെങ്കിലും ഒരാൾ പറയുക ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻ, ഇവിടെ നിന്നും V2 ന്റെ ഒരു ഫോർമുല ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട്സ് ഇക്വേഷൻ ഫോർ V2? V2 ന്റെ ഫോർമുല എന്താ? U1 minus U2 plus V1 equal to V2. ശരിയല്ലേ? അതെ സർ. അപ്പൊ ഈ ഇക്വേഷൻ നമ്മുടെ ആദ്യത്തെ മൊമെന്റത്തിന്റെ ഇക്വേഷനിലായിരുന്നു. ഏതാ ആദ്യത്തെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ? M1 U1 plus M2 U2 equal to M1 V1 plus M2 V2. V2 ന് പകരം നിങ്ങൾ ഇത് കൊടുത്തേ U1 minus U2 plus V1. അപ്പോഴോ ഈ ഫോർമുല വൃത്തിയാക്കിക്കേ. M1 U1 plus M2 U2 equal to M1 V1 plus M2 U1 minus M2 U2 plus M2 V1. ഇവിടെ വരെ എല്ലാവരും ഓക്കെ ആണോ? ഇവിടെ വരെ ഓക്കെ ആണ് എഴുതിയെടുക്കുക. ഞാൻ ചെയ്തത് ആദ്യത്തെ ഫോർമുല M1 U1 plus M2 U2 equal to M1 V1 plus M2 V2. അതിലെ V2 ന് പകരം നമ്മൾ ഈ സാധനം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏത്? U1 minus U2 plus V1. അത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ എന്ത് വന്നു? M1 U1 plus M2 U2 equal to M1 V1 plus M2 U1 അല്ലേ minus M2 U2 plus M2 V1. ഇത്രയും എല്ലാവരും ആയോ? ഇത്രയും എല്ലാവരും ആയോ? ആയി സാർ. ഓക്കെ ഗുഡ്. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ആരാ സിംപ്ലിഫൈ ചെയ്യുന്നത്? ഷീനു. ഇതിനെ സിംപ്ലിഫൈ ചെയ്തേ ഷീനു. ഈ ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സർ ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഈ V1 എല്ലാം ഒരു സൈഡിൽ കിടക്കട്ടെ, V1 എല്ലാം ഒരു സൈഡിൽ കിടക്കട്ടെ, ബാക്കി എല്ലാത്തിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്ത് വരും? സർ കേക്കത്തില്ല, ഒന്നുകൂടെ പറയാവോ? ഈ V1 ഉള്ളതെല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക, V1 ഒരു സൈഡിലാക്കുക, ബാക്കി എല്ലാത്തിനെയും ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ. M1 U1 plus M2 U2 minus M2 U1 minus M2 M2 plus M2 U2 plus M2 U2 equal to M1 V1 plus M2 V1 കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇവിടുന്ന് ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് U1 കോമൺ എടുത്താൽ എന്ത് വരും? U1 കോമൺ എടുത്തു കഴിഞ്ഞാൽ M1 minus M2 അല്ലെ? ഈ M2 U2 പ്ലസ് M2 U2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2M2 U2. ഇവിടുന്ന് V1 കോമൺ എടുത്തു കഴിഞ്ഞാൽ M1 പ്ലസ് M2. ഇതിൽ നിന്നും V1 തന്നെ ആക്കിയാലോ? ഇനി V1 നെ തന്നെ ആക്കിയാലോ? ക്വസ്റ്റ്യൻ കേട്ടല്ലോ. ഇനി V1 നെ തന്നെ ആക്കുക. V1 നെ തന്നെ ആക്കിയാൽ എന്ത് വരും? V1 നെ തന്നെ ആക്കിയാൽ പറഞ്ഞു. നമുക്ക് ഇവിടേക്ക് എഴുതാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. V1 നെ തന്നെ ആക്കിയാൽ ആരാ? ജോസോ ആരെങ്കിലും ഇപ്പൊ പറയാൻ തുടങ്ങിയാൽ പറഞ്ഞു. U1 M1 minus M2 plus ആരാ പറയുന്ന പേര് പറഞ്ഞേ? Rian. അറിയാം. വെരി ഗുഡ്. പറഞ്ഞു. U1 into M1 minus M2 all divided by M1 plus M2 അല്ലേ? പ്ലസ്
സെപ്പറേറ്റ് ചെയ്തതാണ് 2n2u2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ശരിയല്ലേ? റിയൻ ഇവിടെ പഠിക്കുന്ന ആളല്ലേ? അഭിരാമിന്റെ ഒക്കെ കൂടെ ചേർന്ന ആളല്ലേ? അതെ. ഓക്കെ ഗുഡ്. അപ്പൊ u1 into m1 minus m2 ഇത് കാണത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ കാട്ടാം. u1 into ഒന്നുകൂടെ പറഞ്ഞ ഞാൻ മറന്നുപോയി. u1 into m1 minus m2 divided by m1 plus m2 plus 2m2 u2 by m1 plus m2 is equal to v1 അല്ലേ? v1. That's all. That's final equation. അതായത് നാളെ ഒരു പ്രോബ്ലം വരാം. രണ്ട് ബോഡി തമ്മിൽ ഇടിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ ബോഡിയുടെ ഒന്നാമത്തെ ബോഡിയുടെ ഇടിച്ചു കഴിഞ്ഞുള്ള വെലോസിറ്റി ചോദിച്ചാൽ ഈ ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് വെക്കണം. u1 ഫസ്റ്റ് ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി m1 minus m2 by m1 plus m2 plus 2m2 u2 by m1 plus m2 equal to v1. നിങ്ങൾ വർക്ക് എനർജി പവറിലെ ഏറ്റവും വലിയ ഡെറിവേഷൻ ആണ്. വർക്ക് എനർജി ആൻഡ് പവറിലെ ഏറ്റവും വലിയ ഡെറിവേഷൻ ആണ്. ഇതേ വലിപ്പമുള്ള ഡെറിവേഷൻ ഇനി തെർമോഡൈനാമിക്സിലെ ഫിസിക്സിന്റെ. സോ വളരെ സിമ്പിൾ ആണ്, പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഈ ഫോർമുല പഠിക്കുക. v1 equal to ഈ ഡെറിവേഷൻ എല്ലാവർക്കും മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളെല്ലാം കുട്ടികളാ, നമുക്ക് ചിലപ്പോൾ പറഞ്ഞാൽ ഒറ്റയടിക്കൊന്നും മനസ്സിലാവത്തില്ല. ധൈര്യമായിട്ട് ചോദിക്കുക. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്, ചോദിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒറ്റയടിക്ക് ഇന്ന സാധനം ഒന്ന് പറയാമോ എന്നല്ല ചോദിക്കേണ്ടത്. എന്താണ് മനസ്സിലാവാത്തത്? ഏത് സ്റ്റെപ്പാണ്? ഇവിടെ വരെ അപ്പൊ മനസ്സിലായോ? അവിടെ വരെ മനസ്സിലായി, ആ ലാസ്റ്റ് രീതിയിലാ മനസ്സിലാവാത്തത്. ഇവിടം വരെ എങ്ങനെയാ വന്നത്? ഇവിടം വരെ വന്നത് എങ്ങനെയാണ്? u1 into പറഞ്ഞോ, u1 into ഈ സ്റ്റെപ്പ് ഇതിൽ നിന്ന് ഇതെങ്ങനെയാ വന്നത്? പറ. u1 കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കി എഴുതി. u1 ഇതിൽ നിന്ന് കോമൺ എടുത്തു. ഇതിൽ നിന്നാണ് ഇത് രണ്ടിൽ നിന്ന് കോമൺ എടുത്തു അല്ലേ? അതെ. പിന്നെ അപ്പറേ എടുത്തു, അപ്പറേ v1 കോമൺ എടുത്തു. ഈ m2u2 കോമൺ കൂട്ടി കഴിഞ്ഞപ്പോൾ 2m2u2 ആയി. v1 കോമൺ എടുത്തപ്പോൾ m1 plus m2 ആയി. ആണോ? അത് കഴിഞ്ഞിട്ട് മനസ്സിലായില്ല. അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് മനസ്സിലായി. ഇതിനെ v1 തന്നെ ആക്കി എന്ത് ചെയ്യണം? ഈ സാധനത്തെ v1 equal to എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഡിവൈഡ് ചെയ്യണം. സാർ ഒന്നുകൂടെ പറയാ, കേട്ടില്ല. ഇവിടെ v1 is equal to നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യും? v1 into m1 plus m2 എന്നുള്ള സാധനത്തെ ഈ m1 plus m2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ v1 കണ്ടുപിടിക്കണമെങ്കിൽ വേണ്ടേ? അത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ m1 plus m2 വെച്ച് ഇതിനെ മൊത്തം ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ഇങ്ങനെ വരും, m1 plus m2 എന്ന് വരികയല്ലേ? നമുക്കറിയാം പ്ലസ് വെച്ചുള്ളതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലേ? അതായത് u1 into m1 minus m2 by m1 plus m2 plus 2m2 u2 by m1 plus m2. ഇത് ഓൾ ഡിവൈഡ് ബൈ അതേ അർത്ഥം തന്നെയാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. മനസ്സിലായില്ല? 4 plus 2x divide by y എന്ന് എഴുതിയ അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റേ 4 by y plus 2x plus y 2x by y. അതന്നെ നമ്മൾ ചെയ്തിട്ടില്ല. ഈ മൊത്തമുള്ള m1 by m1 plus m2 എന്നുള്ള കിടക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി u1 into m1 minus m2 by m1 plus m2 plus 2m2 u2 by m1 plus m2. ശരി, താങ്ക് യു. ഓക്കെ ഗുഡ്. അങ്ങനെ മെഡിറ്റേറ്റ് ചോദിച്ചു. അപ്പോൾ ഇവിടെ v1 equal to ആ ഫൈനൽ ഫോർമുല എല്ലാവരും ഒന്ന് പറഞ്ഞു. v1 equal to നേബ വായിച്ചേ. what is v1? v1 equal to u1 into m1 minus m2 divided by m1 plus m2 plus 2m2 into u2 by m1 plus m2. very good.
That is V1. അല്ലേ? ഇനി V2 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ V2 equal to ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ how to find V2? V2 is equal to എന്താ ചെയ്യേണ്ടത്? U1 ന് പകരം ഒറ്റ മന്ത്രമുള്ളൂ. എല്ലാവരും അത് ചെയ്യാനൊന്നും പോകണ്ട, ഒറ്റ ടെക്നിക്കേ ഉള്ളൂ. ഇവിടെ 1 കിടക്കുന്നതെല്ലാം 2 ആക്കുക, 2 കിടക്കുന്നതെല്ലാം 1 ആക്കുക. സോ U1 വരെ V2 U2 into M1 minus M2 എന്ന് പകരം M2 minus M1 all divided by M1 plus M2. അത് M2 plus M1 ആണ്. രണ്ടുപേരുടെ അർത്ഥമാണ് M2 plus M1 plus 2M1 U1 by M2 plus M1 equal to V1 ന് പകരം V2. അതൊന്ന് പറഞ്ഞാൽ. സോ V2 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഒരു ഫോർമുല പഠിച്ചാൽ മതി. V1 കണ്ടുപിടിക്കാൻ പഠിച്ചെങ്കിൽ V2 കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു മന്ത്രം ചൊല്ലിയാൽ മതി. 1 എല്ലാം 2 ആകട്ടെ, 2 എല്ലാം 1 ആകട്ടെ. അല്ലേ? സോ നമുക്ക് ഈ ഫോർമുല കിട്ടി. 2M1 U1 by M1 plus M2 U2 into M2 minus M1 by M1 plus M2 അല്ലെങ്കിൽ M2 plus M1 രണ്ടുപേരെ അർത്ഥമാണ്. സ്റ്റുഡൻസ് കിട്ടിയോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. സോ ഇതാണ് ഈ ഡെറിവേഷൻ ചെയ്യാനുള്ള ഐഡിയ. കൊളീഷൻ, 1 ഡയമെൻഷണൽ കൊളീഷൻ, അതിന്റെ ഇലാസ്റ്റിക് കേസ്. നിങ്ങൾ നോട്ടിൽ ഇലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അത് വായിച്ചു പഠിക്കണം. ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും ആ കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇറ്റ്സ് ക്ലിയർ ഫോർ യു? സർ, ചോദിച്ചു. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഡെറിവേഷൻ എഴുതാൻ പറഞ്ഞാണോ? അതായത് ഇതിന്റെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളുടെ പാറ്റേൺ പറഞ്ഞില്ല. നേഹ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, prove relative velocity before collision equal to relative velocity after collision. അപ്പോൾ എവിടെ വരെ ചെയ്യണം? U1 minus U2 equal to V2 minus V1. അത്ര ചെയ്താൽ പോലെ? അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ. നമ്മളോട് ഡിറൈവ് ചെയ്യാൻ പറയൂലോ? ഞാൻ പറഞ്ഞത് കേട്ടോ. Prove relative velocity before collision is equal to relative velocity after collision ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇവിടം വരെ ഡിറൈവ് ചെയ്യണം. എവിടം വരെ? U1 minus U2 equal to V2 minus V1 എന്നുള്ള ഡെറിവേഷൻ വരെ ചെയ്യണം. മനസ്സിലായോ? ഇനി derive the velocity of a body for elastic in one dimensional collision after collision എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്ത അത്രയും ഫുൾ ചെയ്യണം. മനസ്സിലായോ? ലാസ്റ്റ് പറഞ്ഞു, ഒന്നുകൂടെ പറയാവോ? അതായത് V1 കണ്ടുപിടിക്കാൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ derive the equation for elastic collision in one dimensional motion after collision. Derive the equation for one dimensional collision, one dimensional elastic collision derive the equation for one dimensional elastic collision. അപ്പോൾ ഇത് ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഇങ്ങനെ ചോദിക്കാനാണ് കൂടുതൽ ചാൻസ്. ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് പറയാറുണ്ട്. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കൂടുതൽ ചാൻസ് റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. അങ്ങനെ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നാലും നമുക്ക് ആവശ്യം വരും. അപ്പം ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. അല്ലാതെ എക്സാം കൂടി പോയിട്ട് ഇവിടെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. V1 V2 നേഹയ്ക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. യെസ്. വേറെ എന്തെങ്കിലും നേഹ ചോദിക്കാൻ തുടങ്ങിയായിരുന്നോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? Anything else? മറുപടി ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് അടുത്തത് നമുക്ക് സ്പ്രിങ്ങിനെ പറ്റി പഠിക്കാം. സ്പ്രിങ് നിങ്ങൾ കേട്ടോ? സ്പ്രിങ് എന്ന് പറയുന്ന സാധനം. സ്പ്രിങ് കേട്ടി കൊടുത്ത് സ്പ്രിങ്
ഒരു പരിധിവരെ ഞാൻ ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിപ്പിച്ചതാണ്. പക്ഷെ ഒന്നും കൂടെ പറഞ്ഞുതരാം ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി. സ്പ്രിങ് കൊടുത്തോ ഹെഡിങ്. എനർജി അസോസിയേറ്റഡ് വിത്ത് എ സ്പ്രിങ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു സ്പ്രിങ്ങിനെ അസോസിയേറ്റ് ചെയ്തുള്ള എനർജി എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക പൊട്ടൻഷ്യൽ എനർജി. അപ്പം സ്പ്രിങ്ങിനെ അസോസിയേറ്റ് ചെയ്ത് അല്ലെ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്താണ് എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്. അതെന്ത് എനർജിയാ? പൊട്ടൻഷ്യൽ എനർജി. കേൾക്കുന്നുണ്ടോ? The energy associated with the spring is potential energy. കിട്ടുന്നുണ്ടോ കുട്ടികളെ? എങ്കിൽ ഇതൊരു സ്പ്രിങ് ആണെങ്കിൽ ഈ സാധനം ഒരു സ്പ്രിങ് ആണെങ്കിൽ നമ്മൾ ഈ സ്പ്രിങ്ങിനെ ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് വലിച്ചു, സ്പ്രിങ്ങിലേക്ക് എക്സ് ഡിസ്പ്ലേസ്മെന്റ് വലിച്ചു. അപ്പൊ കൊടുത്ത ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ F = kx. ഒരു സ്പ്രിങ്ങിനെ അസോസിയേറ്റ് ചെയ്തുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് kx. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താ? k സ്പ്രിങ് കോൺസ്റ്റന്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ സാധനങ്ങൾ. സ്പ്രിങ്ങിനുള്ള ഫോഴ്സിന്റെ ഫോർമുലയാണ് സ്പ്രിങ് കോൺസ്റ്റന്റ്. എക്സ് എക്സ്റ്റൻഷൻ എത്രമാത്രം വലിച്ചു അതാണ്, അതിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യും അതാണ് എക്സ്. അപ്പൊ സ്പ്രിങ്ങിനെ വെച്ചുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സിന്റെ ഫോർമുല kx. k സ്പ്രിങ് കോൺസ്റ്റന്റ്, എക്സ് എക്സ്റ്റൻഷൻ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യും എക്സ്റ്റൻഷൻ. മനസ്സിലായോ? എഴുതിയോ? F = kx. ഇനി അതിലുള്ള എനർജി കണ്ടുപിടിക്കാൻ, സോറി അതിന്റെ k എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, എക്സ് എക്സ്റ്റൻഷൻ ആണ്. ഇത്ര എഴുതി എല്ലാവരും? ഓക്കെ. എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സ്പ്രിംഗ്. അടുത്ത ഹെഡിങ് പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സ്പ്രിംഗ്. ഈ ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കാം. പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സ്പ്രിംഗ് കൊടുത്തോ? പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സ്പ്രിംഗ്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. U = ഇന്റഗ്രൽ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് തന്നെയാണ്. വർക്കിന്റെ ഫോർമുല ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇന്റഗ്രൽ ഓഫ് F × dx. ഇന്റഗ്രൽ ഓഫ് F × dx. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ നോക്കിക്കേ. F × dx. പല കുട്ടികൾക്ക് കുമരകം ബാച്ചിലെ കുട്ടികളോട് എനിക്ക് അറിയത്തില്ല, നിങ്ങളെ ഞാൻ ഇന്റഗ്രേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ജോസഫ് സാർ പഠിപ്പിച്ചിട്ടുണ്ടോ ഇന്റഗ്രേഷന്റെ ബേസിക്സ്? ആരെങ്കിലും മറുപടി പറഞ്ഞേ? ഇല്ല സർ. അപ്പം അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ജോസഫ് സാറിനോട് പറയണം ബേസിക്സ് ഓഫ് ഇന്റഗ്രേഷൻ ഫിസിക്സിന് വേണ്ടിയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു തരണം. ആവശ്യപ്പെടുവോ? ഓക്കെ സർ. ഉറപ്പല്ലേ? ഞാൻ ചോദിക്കും. അപ്പോൾ F × dx ഇന്റഗ്രൽ ഓഫ് ഫോഴ്സിന് പകരം kx × dx. kx × dx. ജോസാറിന്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ പറയുവാണ്, സാറ് വളരെ എക്സ്പേർട്ട് ആണ്. സാറിനെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സാറിനോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആവശ്യപ്പെട്ടാലേ നിങ്ങൾക്ക് വേണ്ടത് കിട്ടുള്ളൂ. അത് എന്നോടൊന്നല്ല എല്ലാവരും. സോ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. ഈ കാര്യങ്ങൾ മറക്കരുത്. ഇത് ചോദിച്ചു പഠിച്ചോ. അപ്പൊ ഞാനിവിടെ F × dx എന്ന് പറയുന്ന സ്ഥാനത്ത് F kx ആണ് നിങ്ങളോട് പഠിപ്പിച്ചായിരുന്നു. സോ kx ഇട്ടു. ഇവിടെ വരെ ആരെയും സഹായം വേണ്ട. F ന് പകരം ഇട്ട് കൊടുത്തു kx × dx. ഇവിടെ k കോൺസ്റ്റന്റ് ആണ്. k കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തോട്ട് എടുത്തു. ഇന്റഗ്രൽ ഓഫ് x dx. ഇന്റഗ്രൽ ഓഫ് x dx. ആരാ പറയുന്നത്? ഇവിടെ കുറെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതാ. ആരാ പറയുന്നത്? k × ഇന്റഗ്രൽ ഓഫ് x dx. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ എന്താ? ആൻസർ ഇല്ലേ? ഇതിന്റെ ആൻസർ എന്താണ്? k × x dx. x dx ഇന്റഗ്രൽ എന്താ? ഇല്ലെങ്കിൽ അല്ലെ ഞാൻ പഠിപ്പിച്ച ഞാൻ അപമാനിതനാവുക. മറ്റു പിള്ളേരോട് ഞാൻ
പഠിച്ചോണ്ട് വരാൻ പറയുമ്പോ ഞാൻ കുറെ കാലം മുമ്പ് ഇതെല്ലാം ഇട്ട് പഠിപ്പിച്ച ഞാൻ നിങ്ങളെ വളരെ നാണം കിട്ടു പോവാ. എന്നെ രക്ഷിച്ചു ആരാ? ഏതാണോ എന്നെ രക്ഷിച്ചത്? എയ്ബല്ല സാർ. ആ ഇപ്പം ഇവിടെ എന്റെ മാനം കാത്തത് ആ 2 പിള്ളേരാണ്. ഇവിടെ കുറെ ഇടമുണ്ടല്ലോ, കുറെ കാലമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്, മറുപടി വരാതിരിക്കുന്നത്. ശരിയാക്കി തരാം കേട്ടോ. എക്സ് ഡി എക്സ് ഇന്റഗ്രൽ എന്താ? x²/2. അപ്പൊ എന്ത് വരും? k × x²/2. ഇതാണ് ഒരു സ്പ്രിങ്ങിനെ അസോസിയേറ്റ് ചെയ്തുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല. ½ kx². x അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. മക്കളെ ഈ ഡെറിവേഷൻ നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർ ഈ സ്റ്റെപ്പ് അങ്ങ് കാണാതെ പഠിക്കുക. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല u = ഇന്റഗ്രൽ ഓഫ് f × dx. എഫിന്റെ സ്ഥാനത്ത് kx × dx. kx ആണ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. k കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. x dx ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x²/2 ആണ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് കണ്ടുപിടിച്ചു. പൊട്ടൻഷ്യൽ എനർജി half kx². Potential energy is equal to ½ kx². That's all. അതിന് മറുപടി ഒന്നുമില്ല. മനസ്സിലായോ? മനസ്സിലായി സർ. മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ ഫിസിക്സിന് എടുക്കുന്ന ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. റിവിഷൻ ആയിട്ട് എടുക്കുന്നത് ലോസ് ഓഫ് മോഷൻ ആണ്. സോ ലോസ് ഓഫ് മോഷൻ കൂടെ എടുത്തു വരും. എന്നിട്ട് നമുക്ക് ഈ വർക്ക് എനർജി ലോസ് ഓഫ് മോഷനോടെ കമ്പൈൻ ചെയ്തതിലെ പ്രോബ്ലംസ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ക്ലാസ് എടുക്കും. വർക്ക് എനർജി പവർ ലോസ് ഓഫ് മോഷൻ കൂടെ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്ലാസ് കൂടെ എടുക്കും, അതിലെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി. അപ്പം അതിന് മുൻപായിട്ട് ഇനി കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കയറും. നെക്സ്റ്റ് ഡേ നമ്മൾ എടുക്കാൻ പോകുന്ന കെമിസ്ട്രിയുടെ ചാപ്റ്റർ ഏതാണ്? നമ്മൾ ലാസ്റ്റ് റിവിഷൻ എടുത്തത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് എനിക്ക് തോന്നുന്നു. സോ ഇനി എടുക്കാൻ പോകുന്നത് ഒന്നും കൂടെ എല്ലാവർക്കും റിവിഷൻ ആയിട്ട് ഈ ചാപ്റ്റർ ഏത്? സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. നമ്മൾ പലതവണ എടുത്തതാണെങ്കിലും ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. സോ നമുക്ക് റിവിഷൻ ചെയ്യാം. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. കുമരൻ ഭാഷ അത് എടുത്തതാണോ ചാപ്റ്റർ? അതെ സർ, എടുത്തതാണ്. എടുത്തായിരുന്നു. എല്ലാവർക്കും എല്ലാവർക്കും എടുത്തായിരുന്നു. അപ്പൊ സന്തോഷം. അപ്പൊ നമുക്ക് എനിക്ക് നിങ്ങളിൽ നിന്നും നല്ല റെസ്പോൺസ് ഒക്കെ പ്രതീക്ഷിക്കാമല്ലോ അല്ലെ? അപ്പൊ നെക്സ്റ്റ് ഡേ അടുത്ത ക്ലാസ് എന്താണോ, ഐ മീൻ മേ ബി ടുമാറോ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമാറോ റിപ്പോർട്ട് ചെയ്യാം. ഇന്ന് വൈകുന്നേരം തരാം. ഇനി വൈകുന്നേരം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി അനൗൺസ്മെന്റ് കിട്ടിയില്ലെങ്കിൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മ വരുത്തുക. വേറെ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ക്ലാസ് കയറാത്തവർ എന്നെ വിളിച്ച് പറയണം. ഒരു കാര്യം മുൻകൂട്ടി പറയുന്നു, ജോസഫ് സാറിന്റെ അവിടുത്തെ സ്റ്റുഡൻസ് ആണെങ്കിലും ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്റെ ക്ലാസ്സിലേക്ക് പിന്നെ ഞാൻ ഒറ്റയിടത്തിനെ കയറ്റി തരാം. അതിനകത്ത് എനിക്ക് എന്റെ പനിക്കപ്പാലത്തെ പിള്ളേർ, പാലയിലെ പിള്ളേർ ഞാൻ പഠിപ്പിച്ചവരാണ്, അങ്ങനെ ഒന്നും എനിക്കില്ല. ഞാൻ മുൻകൂട്ടി പറയുന്നു, അത് ഓർമ്മ വെക്കുക. ശരി ശരി, എന്നാ ശരി. സാർ, കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഞങ്ങൾക്ക് എടുത്തില്ലായിരുന്നു. ഇല്ല, നമ്മളൊന്നും എടുക്കുക, എല്ലാം എടുക്കുന്നത്. ഓക്കെ സാർ. നിങ്ങൾക്ക് എടുക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് അഭിരാം, ടോം, സജി, റിയാൻ, നിങ്ങൾ താമസിച്ചിരുന്ന കുറെ പേരില്ലേ, നിങ്ങൾക്കൊന്നും ഫസ്റ്റ് പാർട്ട് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആൽബർട്ട്, റൈറ്റ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫസ്റ്റ് പാർട്ട് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഒഫീഷ്യലി ഞാൻ മറ്റുള്ള ബാച്ചിലെ സ്റ്റുഡൻസിന് മൊത്തം ഞാൻ തീർത്തതാണ്. പക്ഷെ തീർത്തു എന്ന് എനിക്ക് അവകാശപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ബേസിക്സ് വീണ്ടും ചോദിക്കുമ്പോൾ ഓരോന്നും ഒന്നും പറയുന്നില്ല. സോ ഞാൻ ഈ രണ്ടാമത് എടുക്കുന്നതും മൂന്നാമത് എടുക്കുന്നതും ഒക്കെ ഓരോരുത്തർക്ക് വേണ്ടിയാണ്. ഇവിടെ എപ്പോൾ അഡ്മിഷൻ വന്നാലും അവർക്കൊക്കെ ഗുണമാണ്. കാരണം എന്താ, അവർക്ക് എപ്പോഴും എല്ലാ ക്ലാസ്സും കേട്ട് വന്നേനെ. ശരി, താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ.